ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭഗവതിയുടെ ജീവതയിലെ തിരുവാഭരണത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ നിജസ്ഥിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ്. കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ തിരുവാഭരണ പുനർനിർമ്മാണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ക്ഷേത്ര അവകാശികളായ 13 കരകളുടെ ഏകീകൃത സംഘടനയും ക്ഷേത്ര ഭരണസമിതിയും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിനെ നേരിട്ടറിയിച്ചു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധവും രേഖകളില്ലാത്തതുമായ കള്ളത്തരത്തിലുള്ള പ്രസ്താവനയാണെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ചൂണ്ടിക്കാട്ടുന്നു. കൺവെൻഷനെ ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ പൊതുസമൂഹത്തിന് മുമ്പാകെ പ്രസിദ്ധീകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം. അതല്ലെങ്കിൽ തെറ്റായ വിവരം നൽകിയതിന് പൊതുസമൂഹത്തോടും 13 കരകളോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാപ്പ് പറയേണ്ടതുണ്ടെന്നും കൺവെൻഷൻ ആവശ്യപ്പെടുന്നു. 1962 ജീവത പുതുക്കി നിർമ്മിച്ചത്. കേടുപാടുകൾ ഉണ്ടായതിനു ശേഷം 2024 ജീവത വീണ്ടും പുതുക്കി നിർമ്മിക്കുന്നത്. അതിൽ മഹാരാജാവ് നൽകിയ സ്വർണം, രത്നം എന്നിവയെ സംബന്ധിച്ച് ഒരു വിവരവും ദേവസ്വം റെക്കോർഡുകളിലോ നാൾ വഴികളിലും ഇല്ല എന്ന് കൺവെൻഷൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. ഇതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് കൈമാറുമെന്നുള്ള വിവരവും കൺവെൻഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണർ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർ, മാവേലിക്കര അസിസ്റ്റന്റ് കമ്മീഷണർ, ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തിരുവാഭരണ കമ്മീഷണർ എന്നിവർക്കും ട്രസ്റ്റ് രേഖാമൂലം നിവേദനം നൽകി. കൂടാതെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാനും പരാതി സമർപ്പിച്ചു. പരാതി പരിഗണിച്ച ഓംബുഡ്സ്മാൻ കേസ് സ്വീകരിക്കുകയും വരുന്ന ജൂലൈ 23 ദേവസ്വം സെക്രട്ടറിയെയും കമ്മീഷണറെയും ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായും ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൺവെൻഷൻ ട്രസ്റ്റ് ഇതുവരെ ശക്തമായ പ്രതികരണം ഒഴിവാക്കിയത് ഹിയറിംഗിന് ശേഷം വിഷയത്തിൽ വ്യക്തത ലഭിക്കുമെന്ന് പ്രതീക്ഷയിലായിരുന്നു. അന്ന് ദേവസ്വം ബോർഡിന്റെ ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജികുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ദിലീപ്, അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി ആശ എന്നിവർക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ മറുപടി പറയാനുള്ള ബാധ്യതയെന്നും കൺവെൻഷൻ ട്രസ്റ്റ് പറഞ്ഞു. തിരുവാഭരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടോ അഴിമതിയോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. ചരിത്രപരമായ രേഖകളും തിരുവാഭരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൈവശമാണ്. അതിനാൽ യഥാർത്ഥ വിവരങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ബോർഡിനാണ്. ഇതുവരെ അതിന് തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം സത്യാവസ്ഥ ഭക്തജനങ്ങളെയും 13 കരകളെയും അറിയിക്കാൻ ദേവസ്വം ബോർഡ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടു.